മോനെ ശിവ. അമ്മേ ഇതാ വരുന്നു. ദാ വരുന്നു അമ്മേ. എന്താ അമ്മേ വിളിച്ചത്? നീ മാത്രമേ ഉള്ളൂ? ബാക്കിയുള്ളവരൊക്കെ എവിടെ? അവരിതാരാ വന്നില്ലേ? അപ്പൊ അവരിപ്പോ എത്തും അമ്മേ. ഞാൻ അവരിപ്പൊ തന്നെ വിളിച്ചുള്ളൂ. അവരിപ്പൊ വന്നില്ലെങ്കി നീ അടക്കം എന്റെ 3 മക്കളും ഇന്ന് പുറത്തെ കിടന്നുറങ്ങും. അയ്യോ അമ്മ അങ്ങനെ പറയരുത്. പറയും, അമ്മ അങ്ങനെ തന്നെ പറയും. ഇന്ന് അവരും കൂടി വന്നിട്ട് നിനക്ക് ഇന്ന് ഇവിടുന്ന് ഭക്ഷണമാണോ? എന്താണ്? നോക്കമ്മേ, ഞാൻ അവരെ വിളിക്കുന്നുണ്ട്. അവര് ഇപ്പൊ വരും. എടാ നീമാരെ ഒന്ന് വാടാ വേഗം. ഒന്ന് വേഗം നടക്ക്. അമ്മ കാണുന്നതിന് മുന്നേ വീട്ടിൽ കയറണം. ആടെ ഞാനിതാ നടക്കന്നെയാ, നീ നടക്കണേ. എന്താടാ നിങ്ങൾ വരാൻ വൈകിയത്? അച്ഛനെ കണ്ടായിരുന്നോ നിങ്ങള്? ആടെ ചേട്ടാ, ഞങ്ങൾ അച്ഛനെ കണ്ടു. ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് ഇത്ര നേരം സംസാരിച്ചിരിക്കുവായിരുന്നു. അച്ഛൻ എന്ത് പറഞ്ഞൂടാ? എന്തെങ്കിലും സീരിയസ് ആയ ഇഷ്യൂ വല്ലതുണ്ടോ? ചേട്ടാ, ശ്രീധരനും മക്കളും വീണ്ടും നമ്മളോട് അടക്കാനായിട്ട് എന്തോ പ്ലാനും കൊണ്ടുവരുന്നുണ്ട്. അവരുടെ ആ പൊളിഞ്ഞ ഹാർബറില്ലേ, അവിടെ വെച്ച് ഇന്ന് എന്തോ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപ്പറ്റി അച്ഛനെ കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മളോടൊന്ന് പോയി അന്വേഷിക്കാനും പറഞ്ഞിട്ടുണ്ട്. എന്നാ നമുക്ക് കുറച്ച് ഞാൻ ഹാർബറിൽ പോയി ഒന്ന് അന്വേഷിച്ചാലോ? നമുക്ക് എല്ലാവർക്കും കൂടി പോയി അന്വേഷിക്കാൻ പറ്റില്ല. അമ്മ അറിഞ്ഞ പിന്നെ അത് ഭയങ്കര പ്രശ്നമാവും. അത് ശരിയാ, അമ്മ അറിഞ്ഞ പിന്നെ അത് ഭയങ്കര പ്രശ്നമാവും. എന്നാ ഞാനും ജഗനും പോയി അന്വേഷിക്കാം. നിങ്ങളൊന്ന് ഞങ്ങൾ വരുന്നവരെ അമ്മേനെ ഒന്ന് ഹാൻഡിൽ ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങളും ഞങ്ങളേറ്റു. എന്നാ നിങ്ങൾ പോയിട്ടോ. നിങ്ങൾ വരുന്നവരെ അമ്മ ഒന്നറിയാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഇപ്രാവശ്യത്തെ നമ്മുടെ പ്ലാനിൽ നമുക്ക് അവരെ എങ്ങനെയെങ്കിലും ട്രാപ്പിലാക്കണം. ഇപ്രാവശ്യം നമ്മൾ എന്തോ പ്ലാൻ ഹാർബറിൽ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞ് അവരിൽ ആരെങ്കിലും വരാതിരിക്കില്ല. വന്നു കഴിഞ്ഞാൽ ആളെ ജീവനോട് കൂടി നമ്മൾ വിടാനും പോകുന്നില്ല. ഏട്ടൻ പറഞ്ഞത് ശരിയാ, ഇപ്രാവശ്യം എന്തായാലും നമ്മൾ തന്നെ ജയിക്കും. ഏട്ടാ, ഞങ്ങളെന്നാ പോയിട്ട് വരാം. ജഗ, നമുക്ക് ഇവിടെ നിൽക്കാം. അവരെന്താ ചെയ്യുന്നതെന്ന് കാണാലോ. ചേട്ടാ, അവരെല്ലാവരും വരുന്നുണ്ട്. ചേട്ടാ, നമുക്ക് ഇവിടുന്ന് വേഗം മാറാം. കാരണം ഇവരെല്ലാവരും നമുക്കെതിരെ തിരിയാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഇപ്പൊ എവിടെയൊന്ന് ഹൈഡ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്ഥലം. ചേട്ടാ, നമുക്ക് ആ കാണുന്ന വീട്ടിൽ കുറച്ചു നേരം ഹൈഡ് ചെയ്തിരിക്കാം. ഈ വീട്ടിലോ? എന്നാ ശരി, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോളൂ. നീ അപ്പത്തെ സൈഡിൽ കൂടെ കയറിക്കോ. ശരി ചേട്ടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അപ്പൊ തന്നെ മെസ്സേജ് അയക്കണേ. ഇതിപ്പോ എങ്ങോട്ട് പോകും? സ്റ്റെപ്പ് കയറി മേലേക്ക് പോവാം. അതാകുമ്പോ ചിലപ്പോ മേലെ ആരും ഉണ്ടാവില്ല. ഇങ്ങോട്ട് പോവാം. ഇതാകുമ്പോ ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ. വീടിനുള്ളിലേത് ഇങ്ങനെ ഒരു സ്ഥലം? കത്തിയൊക്കെ തൂക്കിയിട്ടിട്ട് ഞാനിതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ. ഇൻട്രസ്റ്റിംഗ്. അവിടെ ആരോ നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ. ആരാന്നൊന്ന് നോക്കിയേക്കാം. ഇതാരെവിടെ ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നേ? ഒന്ന് നീക്കി വയ്ക്കാം. എങ്ങനെ എടുക്കുന്നു? സിമ്പിളായിട്ട് അങ്ങോട്ട് എടുത്തു. അയ്യോ, അത് പൊട്ടി. ആരവിടെ? എന്താ ഒരു ശബ്ദം? വാവ്, ഇതാരാ? അത് പിന്നെ ഞാൻ. അയ്യോ, കള്ളനാണോ നിങ്ങൾ? അമ്മേ, അമ്മേ.
അയ്യോ, ഒച്ച വെക്കല്ലേ, ഒച്ച വെക്കല്ലേ. ഈശ്വരാ, വാ പൊത്തി പിടിച്ചിട്ട് ഇതൊന്നും മിണ്ടാതിരിക്കുന്നില്ലല്ലോ. ഈ റൂമിൽ വിളിക്കാം. കണ്ടിട്ട് ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു. കൊള്ളാലോ ഈ റൂമ്, നല്ല രസമുണ്ട് ആരുടെ ആയാലും കാണാനായിട്ട്. ഇവിടെ കയറിയിരിക്കാം. എന്തായാലും ഒളിക്കാൻ പറ്റിയ സ്ഥലം. അതാരാ വരുന്നേ? മഴവില്ലേ ചൊല്ലു മഴയായെന്നിൽ തോരാതെ മൊഴിയാകുമോ അകതാരിലുണ്ട് നീ അനുരാഗലോല. ഇന്നും രാത്രി ഇതൊന്നും ഇടാൻ ഇത്ര പാടില്ലല്ലോ ഭഗവാനേ. ഈശ്വര, ഇതെന്തേ കാണിക്കുന്നേ? എന്തുകൊണ്ടും ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഒന്ന് തിരിഞ്ഞു നോക്കാം. ഈശ്വര, എല്ലാം തുറന്നിട്ട് തണുത്താറ്റിട്ടുമ്പോ എന്തൊരാശ്വാസം. ഭഗവാനെ, ഇത്രയും പെട്ടെന്ന് കുറച്ച് കൺട്രോൾ 5G സ്പീഡിൽ എനിക്കൊന്ന് തരണേ. അമ്മേ, ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാവേ. ഇപ്പൊ വരാം. അവിടെ ആരെ ഈ നേരത്തൊരു പെങ്കൊച്ച് നിൽക്കുന്നേ? ഹലോ കുട്ടി, എന്താ ഇവിടെ നിൽക്കുന്നേ? ഈ രാത്രി ഇവിടെ നിൽക്കുന്നത് അത്ര നല്ലതല്ല. ഹലോ കുട്ടി, ഇവിടെ തന്നെയാ വിളിക്കുന്നേ. ഹലോ ഹലോ കുട്ടി, താൻ ഇങ്ങോട്ടൊന്ന് നോക്ക്. ഈ സ്ഥലം അത്ര സേഫ് അല്ല. തനിക്ക് എവിടെ പോവണ്ടേന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവിടാം. താൻ ഇങ്ങോട്ടൊന്ന് നോക്ക്. തന്റെ പ്രശ്നം എന്താ? താൻ എന്തിനാടോ കരയുന്നേ? കരയണ്ട കേട്ടോ. കാര്യം പറ. വീട്ടിലേക്ക് പോവാനാണെങ്കിൽ ഞാൻ കൊണ്ടുവന്നാക്കി തരാം. എന്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് എന്നോട് നിർത്തി പോയതാ. ഇതുവരെയായിട്ടും കാണാനില്ല. വീട്ടില് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഫ്രണ്ടിന്റെ കൂടെ ഇറങ്ങിയതാ. ഇന്നെന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. പക്ഷെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, വൈകുന്നു. അതാ. തനിക്കിപ്പോ വീട്ടിൽ പോണം. ഒരു കാര്യം ചെയ്യും, ഞാൻ തന്നെ കൊണ്ടുവന്നാക്കാം. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ താൻ എന്റെ കാറിൽ കയറിക്കോ. എന്റെ പേര് അർജു. ഞാനിവിടെ മാളിയേക്കലുള്ളതാ. വേണം, വിശ്വാസം ഉണ്ടെങ്കിൽ വന്നു, ഞാൻ കൊണ്ടുവന്നാക്കാം. എന്നെ എന്റെ വീട്ടിലാക്കി തരാന്നുണ്ടെങ്കിൽ ഞാൻ വരാം. എനിക്ക് തന്നെ വിശ്വാസമാണ്. ഹലോ ആർമീസ്, ഇതെന്റെ പുതിയൊരു FF ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കാര്യം പരീക്ഷിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മുടെ ഈ 3 കപ്പിൾസിന്റെ തുടർന്നുള്ള സ്റ്റോറി എന്തായിരിക്കും എന്നറിയാൻ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാണണം. നമുക്ക് ഈ 3 കപ്പിൾസ് മാത്രമല്ല, ഇതിലിപ്പോ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് വേറൊരു കപ്പിൾസും കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ തുടർന്നുള്ള നിങ്ങളുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അപ്പൊ ബൈ ആർമീസ്, നമ്മൾ ഇനിയും കാണും. ഇന്ന് നിങ്ങൾ സ്വന്തം മിസ്റ്റർ കടുവ.